ഹലോ എവരിവൺ, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എന്താ പഠിച്ചത്? എസ് സി ആറിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ? എസ് സി ആറിന്റെ കൺസ്ട്രക്ഷൻ, അതേപോലെ തന്നെ എസ് സി ആറിന്റെ 3 മോഡുകൾ. ഓക്കെ, അതിന്റെ വി ഐ കാരയിൽ 3 മോഡുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അതായത് റിവേഴ്സ് ബ്ലോക്കിംഗ് മോഡ്, ഫോർവേഡ് ബ്ലോക്കിംഗ് മോഡ്, പിന്നെ ഫോർവേഡ് കണ്ടക്ഷൻ മോഡ്. ഇത് 3 കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടാണ്. അപ്പോൾ എസ് സി ആർ പറഞ്ഞാൽ എന്താണ് നമുക്ക് അറിയാലോ. എസ് സി ആർ പറഞ്ഞാൽ സിലിക്കൺ കൺട്രോൾ റെക്ടിഫയർ ആണ്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇറ്റ്സ് എ സെമി കൺട്രോൾ റെക്ടിഫയർ. ഓക്കെ, സെമി കൺട്രോൾ ആണ്. അത് നമുക്ക് കൺട്രോളിങ് പ്രോസസ്സ് അവിടെ നടക്കുന്നുണ്ട്. എന്താണ് കൺട്രോൾ ചെയ്യുന്നത്? റെക്ടിഫിക്കേഷൻ പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഡയോഡിന്റെ കേസിൽ നമുക്ക് എന്താ പറ്റുക? ഡയോഡിന്റെ കേസിൽ നമ്മളിപ്പോൾ എ സി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് അതിന് ഡി സി ആയിട്ട് കിട്ടും അല്ലെ? ഓക്കെ, അതായത് ഇതിന്റെ ഫോർവേഡ് ബയാസിൽ മാത്രം കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ബയാസിൽ എന്ത് ചെയ്യില്ല, ഇത് കണ്ടക്ട് ചെയ്യില്ല. അതായത് ഈ ഒരു റിവേഴ്സ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ, അതായത് ഇതിന്റെ പൊളാരിറ്റി മാറുമ്പോൾ ഇത് എന്ത് ചെയ്യില്ല, ഇത് കണ്ടക്ട് ചെയ്യില്ല. ഈ ഒരു ഭാഗം മാത്രമാണ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ ഡയോഡിൽ നമുക്ക് അവിടെ കൺട്രോളിംഗ് ഒന്നുമില്ല. അത് നാച്ചുറലി അവിടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അത് നാച്ചുറലി അത് ഫോർവേഡിനെ കണ്ടക്ട് ചെയ്യും, റിവേഴ്സിനെ എന്ത് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഈ എസ് സി ആറിന്റെ കേസിൽ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് എപ്പോൾ ടേൺ ഓൺ ചെയ്യാം, എപ്പോൾ ടേൺ ഓഫ് ചെയ്യാം എന്നൊരു പ്രോസസ്സ് നമുക്ക്, എന്നൊരു കാര്യം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. ഒരു ഫീച്ചർ ഇതിലുണ്ട്. അതാണ് ഗേറ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കാണിച്ചു തരാം ഞാൻ. ഇപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള സർക്യൂട്ട് ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പോൾ ഇതൊരു ഇൻപുട്ട് സിഗ്നൽ ആണെന്ന് വെച്ചോ, ഇതാണ് ഇൻപുട്ട് സിഗ്നൽ വെച്ചോ. ഇപ്പോൾ എന്ത് ചെയ്തു, ഞാനൊരു ആൽഫ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ഗേറ്റ് ആൽഫ പറഞ്ഞ ആംഗിൾ. അതായത് സപ്പോസ് ഇതൊരു 25 ഡിഗ്രിയിൽ എനിക്ക് എന്ത് ചെയ്യണം? ഞാനൊരു ഗേറ്റ് പൾസ് കൊടുത്തു. 25 ഡിഗ്രിയിൽ ഞാൻ എന്ത് ചെയ്തു? ഒരു ഗേറ്റ് പൾസ് കൊടുത്തു. അപ്പൊ ആണ് ഗേറ്റ് പൾസ്. ആ ഗേറ്റ് പൾസ് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? അത്രയും ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുക, നമ്മുടെ എസ് സി ആർ കണ്ടക്ട് ചെയ്യുക. അതായത് ഇത്രയും ഭാഗം എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല. ഇവിടെ ഒരു ഗ്യാപ്പ് കണ്ടില്ല, ഇവിടെ ഒന്നും കണ്ടക്ട് ചെയ്യാതെ ഈ 25 ഡിഗ്രിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മുടെ എസ് സി ആർ എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. അപ്പൊ നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഇത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എസ് സി ആർ എപ്പോ ടേൺ ഓൺ ചെയ്യാം, എപ്പോ ടേൺ ഓൺ ഓഫ് ചെയ്യാം എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഗേറ്റ് പൾസ് കൊടുക്കുന്ന അനുസരിച്ച് മാറ്റാൻ പറ്റും. ഡയോഡ് നമുക്ക് ഒന്നുമില്ല, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യും, റിവേഴ്സ് ഹാഫ് സൈക്കിളിൽ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കണ്ടക്ട് ചെയ്യില്ല. അത് മാത്രം ഡയോഡിൽ ചെയ്യുള്ളൂ. പക്ഷെ നമുക്ക് നമ്മുടെ അപ്ലിക്കേഷനിൽ നമുക്ക് ഇത് എപ്പോൾ കൺട്രോൾ ചെയ്യും, എപ്പോൾ ഓൺ ചെയ്യണം, എപ്പോൾ ഓഫ് ചെയ്യണം, ഏത് ഡിഗ്രിയിൽ ഓൺ ചെയ്യണം, അങ്ങനെ നമുക്ക് അങ്ങനത്തെ പ്രോസസ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് എസ് സി ആർ തന്നെയാണ് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വരിക. അത് ലാർജ് സ്കെയിൽ നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ സ്പീഡ് കൺട്രോൾ, അങ്ങനെ ഡ്രൈവ്സിലൊക്കെ, ഡ്രൈവ്സ് പറഞ്ഞാൽ നമ്മുടെ മോട്ടോഴ്സിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന ലോക്കോമോട്ടീവ്സ്, അങ്ങനെ കുറെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് എസ് സി ആർ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കാര്യത്തിലേക്ക് വരാം. നമ്മുടെ ടേൺ ഓൺ മെത്തേഡ് ഓഫ് എസ് സി ആർ, ഈ ഒരു വീഡിയോയിൽ ടേൺ ഓൺ മെത്തേഡ് ഓഫ് എസ് സി ആർ ആണ്. അതായത് എസ് സി ആർ എങ്ങനെ നമുക്ക് ഓൺ ചെയ്യാം, എസ് സി ആർ നമുക്ക് എങ്ങനെയൊക്കെ ഓൺ ചെയ്യാം. ഓക്കെ, അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. അതാണ് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും മെത്തേഡ്സ് ആണ് നമ്മുടെ എസ് സി ആർ ഓൺ ചെയ്യാനുള്ളത്. ഓക്കെ, ഒന്ന് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്, ഒന്ന് ഡി വി ബൈ ഡി ടി ട്രിഗറിങ്, ഒന്ന് കപ്പാസിറ്റി ട്രിഗറിങ് എന്ന് പറയാം, ലൈറ്റ് ട്രിഗറിങ്, ഗേറ്റ് ട്രിഗറിങ് ആൻഡ് ടെമ്പറേച്ചർ ട്രിഗറിങ്. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഏറ്റവും സേഫ് ആയിട്ടും ഇത് ട്രസ്റ്റഡ് ആയ മെത്തേഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ട്രിഗറിങ് ആണ്. അത് നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ എസ് സി ആറിൽ തന്നെ എന്തുണ്ട്? ആനോഡ്, കാഥോഡ്, പിന്നെ ഗേറ്റ്. ഓക്കെ, ആ ഗേറ്റ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗേറ്റ് ട്രിഗറിങ്ങിന് വേണ്ടിയിട്ടാണ് ഗേറ്റ്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഏറ്റവും നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗേറ്റ് ട്രിഗറിങ് മെത്തേഡാണ്. ബാക്കിയുള്ള മെത്തേഡൊക്കെ വെച്ച് നമുക്ക് എസ് സി ആർ ഓൺ ആക്കാം, പക്ഷെ അത് നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ഓക്കെ, ഞാൻ വീഡിയോയിൽ പറയാം എന്തൊക്കെയാണ് കാരണങ്ങളൊക്കെ ജസ്റ്റ് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് വൺ ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. ഓക്കെ, ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ് എന്താണെന്ന് പരിപാടി. അതായത് നമ്മുടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നമ്മളിപ്പോ എന്താണ് ഇവിടെ ഒരു എസ് സി ആർ ഞാൻ വരയ്ക്കുകയാണ്. പി എൻ പി. ഓക്കെ, ഇവിടെ ആനോഡ് കണക്ട് ചെയ്തു, കാഥോഡ് കണക്ട് ചെയ്തു, ഇവിടെ ഗേറ്റ് ഉണ്ട്. ഗേറ്റ് നോക്കാലും നമ്മൾ കൊടുക്കുന്നില്ല കേട്ടോ, അവിടെ ഗേറ്റ് ഇല്ല. അപ്പൊ എന്ത് ചെയ്തു, നമ്മുടെ ഒരു വോൾട്ടേജ് പോസിറ്റീവ് നെഗറ്റീവ് കൊടുത്തു. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇത് J1 ഉണ്ട്, 3 ജംഗ്ഷൻ ഉണ്ട് പറഞ്ഞു, J1, അതായത് J1, ഇത് J2, പിന്നെ ഇവിടെ J3, 3 ജംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ J1 ഉം J3 യും എന്താവും, ഫോർവേഡ് ബയാസ്ഡ് ആവും, എഫ് ബി നേരിയുണ്ട്. ആൻഡ് J2 എന്താണ്, ആർ ബി, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താവും, ഇവിടെ ഒരു
ഒരു വോൾട്ടേജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അല്ലെ. അതായത് ഒരു VBO, അതായത് ഒരു എന്താണ് ഒരു 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 ബ്ലോക്ക് വോൾട്ടേജ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അതായത് ഒരു ഡിപ്ലീഷൻ ലെയർ ഉണ്ടാവും, അവിടെ ഡിപ്ലീഷൻ വോൾട്ടേജ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പൊ ഈ വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ ഈ ഒരു കറണ്ടിനെ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യില്ല, അത് ബ്ലോക്ക് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ അതിന്റെ VI കാരലൊക്കെ നമ്മൾ പറഞ്ഞു. അതായത് നമ്മുടെ ഈ ഇൻപുട്ട് വോൾട്ടേജ്, ഈ VIN പറഞ്ഞ വോൾട്ടേജ് നമ്മുടെ ഈ VBOനെക്കാട്ടും കൂടി കഴിഞ്ഞാൽ, ഈ VBIN പറഞ്ഞ വോൾട്ടേജ് VIN-നെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ, VBOനെക്കാട്ടും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ SCR എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഓക്കെ, ഒന്നുമില്ല, നമ്മൾ ഈ വോൾട്ടേജ് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഈ VBOനെക്കാട്ടും ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യും, അവിടെ ആ ഒരു J2 പറഞ്ഞ അവിടെ ഒരു ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, ആ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ട്, ആ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, അത് ബ്രേക്ക് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ SCR എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. അതാണ് ഈ പരിപാടി. ഓക്കെ, അപ്പൊ J1 J3 ഫോർവേഡ് ബയോസ്ഡും J2 റിവേഴ്സ് ബയോസ്ഡാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അവിടെ ഒരു VBO വോൾട്ടേജ് ഉണ്ടാവും, ബ്രേക്ക് ഓവർ വോൾട്ടേജ്. ഓക്കെ, ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഉണ്ടാവും. ആ ബ്രേക്ക് ഓവർ വോൾട്ടേജിനെ കാട്ടും നമ്മുടെ VIN, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ, VIN ഗ്രേറ്റർ ദാൻ VBO ആണെങ്കിൽ എന്ത് സംഭവിക്കും, ആ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ SCR എന്ത് ചെയ്യും, ആ ഒരു ഡ്രിഫ്റ്റ് റീജിയൻ ബ്രേക്ക് ചെയ്തിട്ട് SCR എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പക്ഷെ ഈ മെത്തേഡ് എന്താണ്, സേഫ് അല്ല. ഓക്കെ, അതാണ് ഈ കാര്യത്തിൽ പറയുന്നത്. അതായത് ബ്ലോക്കിംഗ് സ്റ്റേറ്റിലാവും അവിടെ നമ്മൾ എങ്ങനെയാവും, ഫോർവേഡ് ബയാസിങ് SCR J2 റിവേഴ്സ് ബയാസ്ഡ് ആവും, J1 J3 ഫോർവേഡ് ആയിരിക്കും, അവിടെ ഒരു അവലാഞ്ച് ബ്രേക്ക് ഡൗൺ. ഓക്കെ, നമ്മൾ ഫോർവേഡ് വോൾട്ടേജ്, അതായത് ഇൻപുട്ട് വോൾട്ടേജ് ഉദ്ദേശിച്ച അത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഡിപ്ലീഷൻ റീജിയൻ, അതായത് ആ ഒരു J2 പറഞ്ഞ ഒരു ഡിപ്ലീഷൻ റീജിയൻ ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യും, കുറയും. അപ്പൊ VBO കുറയണം അവിടെ. ഓക്കെ, ബ്രേക്ക് ഓവർ വോൾട്ടേജ് എന്ത് ചെയ്യും, കുറഞ്ഞ് SCR എന്ത് ചെയ്യും, കണ്ടക്ഷൻ സ്റ്റേറ്റിൽ വരും. ഓക്കെ, അപ്പൊ ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് സേഫ് അല്ല. ഓക്കെ, കാരണം നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുത്തിട്ട് നമ്മുടെ SCRനെ ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അതിനെ ബ്ലോക്ക് ചെയ്യാണ്, ഫോഴ്സ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പൊ ചിലപ്പോൾ SCR നമുക്ക് ഡാമേജ് വന്നേക്കാം, വരാൻ ചാൻസ് കൂടുതലാണ് ഈ മെത്തേഡ്. നമുക്ക് ഈ മെത്തേഡ് അധികം പ്രിഫർ ചെയ്യാറില്ല. ഓക്കെ, ഈ മെത്തേഡ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ VBOനെക്കാട്ടും VIN കൂട്ടിക്കഴിഞ്ഞാൽ, അതായത് ഫോർവേഡ് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നമ്മുടെ SCR എന്ത് ചെയ്യും, ടേൺ ഓൺ ആവും. പക്ഷെ ആ ടേൺ ഓൺ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പിന്നെ SCR ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടാവില്ല, അത് ഒറ്റയടിക്ക് ചിലപ്പോൾ കേടുവരാം. ഓക്കെ, ഹീറ്റും കാര്യങ്ങളൊക്കെ കാരണം കാരണം ഫോഴ്സ്ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടിയാണ്. ആണ് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ്. മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ടെമ്പറേച്ചർ ട്രിഗറിങ്. ഓക്കെ, ഈ ടെമ്പറേച്ചർ ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഞാൻ പറഞ്ഞു ഇവിടെ നമ്മൾ ബാക്കിയൊക്കെ അതേപോലെ തന്നെ, നമ്മുടെ സർക്യൂട്ടൊക്കെ അതേപോലെ തന്നെ, നമ്മൾ പോസിറ്റീവ് കണക്ട് ചെയ്തു, നെഗറ്റീവ് കാഥോഡിലും കണക്ട് ചെയ്തു. ഇവിടെ ഞാൻ പറഞ്ഞു J1 J3 എന്താണ്, ഇവിടെ അതേപോലെ തന്നെ J1 J3 എന്താണ്, ഫോർവേഡും J2 റിവേഴ്സ് ബയസ്ഡ് ആണ്. ഓക്കെ, അതായത് അതൊക്കെയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഒരു VBO, അതായത് ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഉണ്ടാവും, VBO പറഞ്ഞ വോൾട്ടേജ് ഉണ്ടായിരിക്കും, അതും നമുക്ക് പറയാം. ഓക്കെ, VBO പറഞ്ഞ വോൾട്ടേജ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ ഈ J2ന്റെ ഭാഗത്ത്, ഈ J2ന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാരിയേഴ്സിന്റെ ഇത് കൂടും. കാരിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഇത് കൂടും, അതായത് ലീക്കേജ് കറണ്ട് കൂടും. ഓക്കെ, ഓൾറെഡി ഇവിടെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ട്, ഒരു ലീക്കേജ് കറണ്ട് ഇവിടെ ഫ്ലോ ചെയ്യുന്നുണ്ട്. അത് നമ്മളെ VI കാരയിൽ പറഞ്ഞതാണ്. ഓക്കെ, VI കാരയിൽ നമ്മൾ പറഞ്ഞതല്ലേ, അതായത് എന്താണ് VI കാരയിൽ നമ്മൾ പറഞ്ഞാണ്. ജസ്റ്റ് മിനിറ്റ്, ഓൾറെഡി നമുക്കൊരു അറിയാം ഇവിടെ ലീക്കേജ് കറണ്ട്, നമ്മൾ SCR ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കറണ്ട് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ വന്ന് ടേൺ ഓൺ ചെയ്യുന്ന സംഭവമാണല്ലോ SCR. അപ്പൊ ഈ ഒരു ഭാഗം എന്താണ്, ലീക്കേജ് കറണ്ട് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ലീക്കേജ് കറണ്ട് ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, കൂട്ടിക്കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ ടെമ്പറേച്ചർ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാരിയറിന്റെ ഇത് കൂടും. ഓക്കെ, കാരിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണിക്സിന്റെ ഫ്ലോന്റെ ഇത് കൂടും, അതിന്റെ ഒരു മൊബിലിറ്റി ഇൻക്രീസ് ആവും. അപ്പൊ മൊബിലിറ്റി ആ ഇലക്ട്രോൺസിന്റെ ഒരു ഫ്ലോ കൂടും. ഓക്കെ, അപ്പൊ അത് കാരണം എന്ത് സംഭവിക്കും, നമ്മുടെ ലീക്കേജ് കറണ്ട് എന്ത് ചെയ്യും, ഒന്നും കൂടി എന്ത് ചെയ്യും, കൂടും. ഓക്കെ, എന്താ സംഭവം പറഞ്ഞ, ആദ്യം ചെറിയൊരു ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അവിടെ നാച്ചുറൽ ആയിട്ട് ഇവിടെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. നമ്മൾ ടെമ്പറേച്ചർ ആ ഭാഗത്ത് J2ന്റെ ആ ഒരു ജംഗ്ഷനിൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, അവിടെ കാരിയേഴ്സിന്റെ എണ്ണം കൂടും, കാരിയർ അതിന്റെ കൂടും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, ലീക്കേജ് കറണ്ട് എന്ത് ചെയ്യും,
കൂടും. അപ്പോൾ എന്ത് ചെയ്യും, ലീക്കേജ് കറണ്ട് ഒന്നുകൂടി ഞാൻ LI എഴുതാണ്, കറണ്ട് എന്ത് ചെയ്യും, വീണ്ടും കൂടും. അപ്പോൾ ഈ ലീക്കേജ് കറണ്ട് കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് സംഭവിക്കും, അവിടുത്തെ I²R ലോസ് കൂടും. അവിടെ ഒരു I²R ലോസ്, കാരണം റെസിസ്റ്റൻസ് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും, റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യും, I²R ലോസ് കൂടും. ഓക്കെ, I²R ലോസ് കൂടും, കാരണം അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഈ J2 ഈ J2 പറഞ്ഞ സ്ഥലത്ത് ഒരു ഒപ്പോസിംഗ് അല്ലേ. ഓക്കെ, അത് റിവേഴ്സ് ആയി നിൽക്കല്ലേ, അപ്പോൾ അതൊരു ഒപ്പോസിംഗ് ആവുമല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യും, അവിടെ എന്ത് ചെയ്യും, ഒരു I²R ലോസ് എന്ത് ചെയ്യും, കൂടും. ഈ I²R ലോസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, വീണ്ടും ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, കൂടുകയാണ്. ഓക്കെ, അങ്ങനെ ഇതൊരു ക്യുമുലേറ്റീവ് പ്രോസസ് ആണ്. ഓക്കെ, നമ്മൾ ആദ്യം ടെമ്പറേച്ചർ കൂട്ടി കൊടുത്തതിന് ഇതൊക്കെ സംഭവിച്ച് വീണ്ടും ടെമ്പറേച്ചർ കൂടും, അങ്ങനെ ഇത് വീണ്ടും ക്യാരിയേഴ്സ് കൂടും, ലീക്കേജ് കറണ്ട് കൂടും, അങ്ങനെ ഇത് കൂടി 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 എന്ത് സംഭവിക്കും, നമ്മുടെ VBO, നമ്മുടെ ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജ് ഉണ്ടാവുന്നില്ല, ആ VBO എന്ത് ചെയ്യും, കുറയും. ഓക്കെ, അപ്പൊ VBO എന്താണ്, അവിടെ കുറയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, നമ്മുടെ SCR എന്ത് ചെയ്യും, കണ്ടക്ഷൻ മോഡിലേക്ക് വരും. ഓക്കെ, പക്ഷെ ഈ മെത്തേഡും എന്താണ്, സേഫ് അല്ല. കാരണം ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത് കൺട്രോളിങ് പർപ്പസ് ഒന്നും കറക്റ്റായി നടക്കാൻ പറ്റില്ല. കാരണം നമ്മൾ ടെമ്പറേച്ചർ ഒരു പ്രാവശ്യം കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ഇത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിൽക്കില്ല, ഇതിന് ടേൺ ഓൺ ടേൺ ഓഫ് മെത്തേഡ് ഒന്നും നിൽക്കില്ല. നമുക്ക് എപ്പോൾ ഓൺ ആക്കണം, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് 25 ഡിഗ്രിയിൽ നമുക്ക് ഇത് ഓൺ ആക്കണം എന്ന് വെച്ചോ, ആ സമയത്ത് നമുക്ക് ടെമ്പറേച്ചർ കൊടുത്ത് ഓൺ ആക്കുക പറഞ്ഞാൽ ഇപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് ഓൺ ആവില്ല, SCR ചിലപ്പോൾ ഡാമേജ് ആവും. കാരണം ഇത് അങ്ങനത്തെ ഒരു പ്രോസസ് അല്ല, ഇത് ഇങ്ങനത്തെ ഒരു മെത്തേഡ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, പക്ഷെ ഇത് അങ്ങനെ യൂസ് ചെയ്യാത്ത മെത്തേഡാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മെത്തേഡ് എന്താണ്, dV/dt ട്രിഗറിങ് മെത്തേഡ്. ഓക്കെ, ഇതും ഒരു അങ്ങനെ യൂസ് ചെയ്യാത്തൊരു മെത്തേഡാണ്, പക്ഷെ എന്നാലും ഒരു മെത്തേഡാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ സർക്യൂട്ടൊക്കെ അതേപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് ഇവിടെയും കൊടുത്തു, നെഗറ്റീവ് കാഥോഡിലും കൊടുത്തു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു J1 എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്, J2 എന്താണ്, J3 എന്താണ്, ഫോർവേഡ് ബയാസ്ഡ് ആണ്, ബട്ട് J2 എന്താണ്, റിവേഴ്സ് ബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ വരെ കറണ്ട് വരുന്നുണ്ടല്ലോ അല്ലെ, ഇവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് അല്ലെ, പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് പോകുന്നില്ല പറഞ്ഞാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് കറണ്ട് പോകുന്നില്ല, ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടോ, ഈ പേരിൽ തന്നെ ഉണ്ട്, കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യല്ലേ, ഇവിടെ കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യല്ലേ, ഈ കറണ്ട് ഇവിടെ വന്നിട്ട് ബ്ലോക്ക് ചെയ്ത് നിർത്തുകയാണ്. ഓക്കെ, ഇങ്ങോട്ട് പോവാൻ പറ്റുന്നില്ല. അപ്പൊ എന്താണ്, ഇതൊരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യും, ഡയലക്ട്രിക് ആയിട്ട് നിൽക്കുകയല്ലേ ഇവിടെ. ഓക്കെ, അപ്പൊ ഒരു dV/dt നമുക്ക് എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു J2 പറഞ്ഞ ജംഗ്ഷൻ ഒരു കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ കപ്പാസിറ്റർ ആയാലും ഇവിടെ ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പൊ അതാണ് IC = C × dV/dt. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒന്നുമില്ല, നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇൻപുട്ട് വോൾട്ടേജ്, അതായത് ഈ ഒരു Vin, ഈ ഫോർവേഡ് വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാലോ, ആ ഒരു ലീക്കേജ് കറണ്ട് എന്ത് ചെയ്യും, കൂടും അല്ലെ. നമ്മുടെ ഫോർവേഡ് വോൾട്ടേജ് ഇങ്ങനെ dV/dt ആ ഒരു അതിന്റെ ഇത് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഫോർവേഡ് വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ സംഭവിക്കും, ഇവിടുത്തെ ഈ ലീക്കേജ് കറണ്ട് എന്ത് ചെയ്യും, കൂടും. ഈ ലീക്കേജ് കറണ്ട് എന്ത് ചെയ്യും, അങ്ങനെ ലീക്കേജ് കറണ്ട് കൂടും തോറും നമ്മുടെ VBO എന്ത് ചെയ്യും, ആ ഒരു ബ്രേക്ക് ഓവർ വോൾട്ടേജ്, ആ VBO പറഞ്ഞ റീജിയൻ, J2 പറഞ്ഞ VBO പറഞ്ഞ റീജിയൻ എന്ത് ചെയ്യും, കുറയും. അങ്ങനെ കുറഞ്ഞിട്ടൊന്നും സംഭവിക്കും, നമ്മുടെ SCR എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇതാണ് പരിപാടി, മനസ്സിലായിരിക്കും. നമ്മുടെ ഗേറ്റ് സിഗ്നൽ ഒന്നും കൊടുക്കുന്നില്ല, നമ്മുടെ ഒരു ഇക്വേഷൻ തന്നെ മനസ്സിലായല്ലോ, ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാവും, ആ ലീക്കേജ് കറണ്ട് നമ്മൾ കൂട്ടി വന്ന് നമ്മുടെ SCR നമുക്ക് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാ, നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടി മതി. ഓക്കെ, ഇതാണ് പരിപാടി. നെക്സ്റ്റ് ലൈറ്റ് ട്രിഗറിങ്. ഓക്കെ, ഈ ലൈറ്റ് ട്രിഗറിങ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇവിടെ എന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ SCR ഒരു ഈ മെത്തേഡ് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര കോമൺ അല്ലെങ്കിലും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ മെത്തേഡ്. ഓക്കെ, ലൈറ്റ് ട്രിഗറിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ, ഈ ലൈറ്റ് ട്രിഗറിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ SCR കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ ഗേറ്റിൽ വരാം, നമ്മുടെ SCR 3 ടെർമിനൽസ്, ആനോഡ്, കാഥോഡ്, ഇവിടെ ഗേറ്റ് ആണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ഗേറ്റിന് പകരം നമ്മളിവിടെ ഒരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അറേഞ്ച്മെന്റിൽ, ആ ഒരു ഇന്നർ P ലെയറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ലൈറ്റ് പൾസ് കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ ലൈറ്റ് പൾസ്, നമ്മുടെ ലൈറ്റ് കൊടുക്കുമ്പോൾ അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അത് നീച്ചെ പറഞ്ഞ ആ ഒരു അറേഞ്ച്മെന്റ് പറയുന്നതാണ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ ലൈറ്റ് കൊടുക്കുമ്പോൾ സംഭവിക്കും, ലൈറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കാരിയേഴ്സിന്റെ എണ്ണം കൂടും. ഓക്കെ, ഇവിടെ ലൈറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ
നമ്മുടെ നേരത്തെ ടെമ്പറേച്ചർ ട്രിഗർ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ കാരിയർ കൂടുന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ കാരിയറിന്റെ എണ്ണം കൂടുന്നുണ്ട്. അപ്പൊ എന്ത് സംഭവിക്കും? നമ്മുടെ SCR എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഓക്കെ, അത് നമ്മളൊരു എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾസ് OFC കേബിൾസ് ഒക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യും? ലൈറ്റ് ഇതിലേക്ക് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് ടേൺ ഓൺ ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ആ ഒരു ടേൺ ഓൺ മെത്തേഡ് ലൈറ്റിംഗ് യൂസിങ് കോഡാണ് നമ്മൾ LASCR, ലൈറ്റ് ആക്ടിവേറ്റ് SCR എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? കാരിയറിന്റെ എണ്ണം കൂട്ടുകയാണ്. നമ്മൾ ലൈറ്റ് കൊടുത്തിട്ട് കാരിയേഴ്സിന്റെ എണ്ണം, ആ ഒരു ഇലക്ട്രോൺസിന്റെ ആ ഒരു ഫ്ലോസിന് നമ്മൾ കൂട്ടാൻ നോക്കുകയാണ്. ഓക്കെ, ഇലക്ട്രോൺസ് ഹോൾസിന്റെ ഫ്ലോസിന് കൂട്ടാൻ നോക്കുകയാണ്. അങ്ങനെ കൂട്ടുമ്പോൾ നമ്മുടെ VBO എന്ത് ചെയ്യും? ആ റീജിയൻ ഇല്ലാതെയാവും. അങ്ങനെ SCR എന്ത് ചെയ്യും? കണ്ടക്ട് ചെയ്യും. ഇതാണ് എന്ത്? നമ്മുടെ ലൈറ്റ് ട്രിഗറിങ് മെത്തേഡ്. ഓക്കെ, ഇതും ഇമ്പോർട്ടന്റ് ആണോ വെച്ചാൽ ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അങ്ങനെ വല്ലാതെ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റ് ട്രിഗറിന് വെച്ച് നോക്കുമ്പോൾ അത്ര യൂസ് ചെയ്യുന്നില്ല. എന്നാലും ബാക്കിയുള്ള വെച്ച് നോക്കുമ്പോൾ കുറച്ച് സേഫ് ആണ്, ലൈറ്റിന്റെ ആയതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ഒരു മെത്തേഡാണ് എന്ത്? ടേൺ ഓൺ മെത്തേഡാണ്. ഗേറ്റ് ട്രിഗറിങ് മെത്തേഡ് വളരെ ഇമ്പോർട്ടന്റ് മെത്തേഡാണ്. ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഏറ്റവും ട്രസ്റ്റഡും സേഫുമായ മെത്തേഡാണ് ഈ മെത്തേഡ്. ഒന്നുമില്ല, ഇവിടെ ആനോഡ് കാഥോഡ് ഈ ഗേറ്റ് ടെർമിനൽ ഉണ്ട്. ആ ഗേറ്റ് ടെർമിനൽ നമ്മൾ എന്ത് ചെയ്യണം? സപ്ലൈ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യും? ഇത്രയും നേരം നമ്മൾ സപ്ലൈ ഒന്നും കൊടുക്കാതെ എങ്ങനെയൊക്കെ ഓൺ ചെയ്യാന്നാണ് പഠിച്ചത്. ഓക്കെ, ഇവിടെ നമ്മൾ സപ്ലൈ കൊടുത്ത് ഗേറ്റിലേക്ക് സപ്ലൈ കൊടുത്ത് എങ്ങനെ ടേൺ ഓൺ ചെയ്യാം എന്നാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ വർക്കിംഗ് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതാണ് ഇതിന്റെ ഒരു സർക്യൂട്ട് ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇത് ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ, ഇത് ഹെവിലി ഡോപ്ഡ് ആണ്. ഇത് ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഇവിടെ ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഇവിടെ ഹെവിലി ഡോപ്ഡ് ആണ്. ഓക്കെ, അപ്പോ എന്ത് സംഭവിക്കുന്നത്? ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ എന്താണ്? ഇലക്ട്രോൺസ് ആണല്ലോ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ നമ്മൾ അതൊക്കെ ലോഡൊക്കെ അതേപോലെ ഒരു സപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ J1 ഉം J3 എന്താണ്? ഫോർവേഡും J2 എന്താണ്? റിവേഴ്സ്ഡ് ആണ്. അപ്പൊ എന്താണ്? J2 റിവേഴ്സ്ഡ് ആണ് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ്? ഇവിടുത്തെ ഹോൾസ് എന്ത് ചെയ്യും? ഇവിടേക്ക് പോവും അല്ലെ? ഇവിടുത്തെ ഹോൾസ് ഇങ്ങോട്ട് പോവുമല്ലോ. ഇവിടുത്തെ ഹോൾസ് ഇങ്ങോട്ട് പോവും. ഇവിടുത്തെ ഇലക്ട്രോൺസ്, അതായത് N- ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇങ്ങോട്ടും വരും. അങ്ങനെ ഇവിടെ എന്ത് ചെയ്യും? ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതാണ് VBO എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അതാണ് VBO. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഗേറ്റ് സപ്ലൈ കൊടുക്കണം. അപ്പൊ ഇവിടെ മനസ്സിലാക്കി ഞാൻ റബ്ബ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കാര്യം മാത്രം റബ്ബ് ചെയ്യുന്നുണ്ട്. ഇതാണ് VBO എന്ന് ഞാൻ എഴുതിയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണേ. ഇവിടെ വരയ്ക്കിയ ഒരു സ്ഥലത്തിന് കുറവുള്ളതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? N+ ആണെന്ന് മനസ്സിലായി. അപ്പൊ എന്താണ്? ഈ ഒരു ഗേറ്റ് പൾസ് കൊടുക്കുമ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കുറവാണ്. ഇവിടെ P- ഹോൾസിന്റെ കോൺസെൻട്രേഷൻ കുറവും, ഇവിടെ N+ന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഓക്കെ, അതായത് ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുതലാണ്. സപ്പോസ് ഇവിടെ ഒരു 10 ഉണ്ടെങ്കിൽ, 10 ഹോൾസ് ഉണ്ടെങ്കിൽ ഇവിടെ 20 എന്തുണ്ട്? ഇലക്ട്രോൺസ് ഉണ്ട് മനസ്സിലാക്കുക. അപ്പൊ ഇവിടെ ഗേറ്റ് പൾസ് കൊടുക്കുമ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺസും ഹോൾസും നമ്മൾ റീകമ്പൈൻ ചെയ്യും. ഓക്കെ, 10 ഹോൾസും 20 ഇലക്ട്രോൺസും റീകമ്പൈൻ ചെയ്ത ബാക്കി 10 ഹോൾസ് 10 ഇലക്ട്രോൺസ് എന്താണ്? എക്സ്ട്രാ കിടക്കല്ലേ? 20 10 പോയി കഴിഞ്ഞാൽ ബാക്കി 10 എക്സ്ട്രാ കിടക്കല്ലേ? അപ്പൊ എന്ത് ചെയ്യും? ഇവിടുത്തെ ഹോൾസ് മൊത്തം എന്ത് ചെയ്യും? ഈ ഇങ്ങടും വരും, ഈ N- റീജിയനിലേക്ക് വരും. ഇവിടുത്തെ ഇലക്ട്രോൺസ് മൊത്തം എന്ത് ചെയ്യും? ഈ Pയിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ ഫുൾ എന്തായി? ഇവിടെ എന്തായി? ഒരു മിനിറ്റ്. ഇവിടെ ഫുള്ള് ഇലക്ട്രോൺസ് ആയി. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസിന്റെ കോൺസെൻട്രേഷൻ 10 അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഓക്കെ, ഇവിടുത്തെ ഹോൾസ് കുറഞ്ഞ് ഇവിടെ ഇലക്ട്രോൺസ് ആയി ഞാൻ പറഞ്ഞല്ലോ, 10 കേസ് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ഇവിടെ ഒരു കറണ്ട് ഉണ്ടാവുന്നുണ്ട്, ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ പരിപാടി നടക്കുന്ന ഇവിടെയാണ്. ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ N- ഈ ഹോൾസ് ഉണ്ടല്ലോ, ഇവിടെ നിൽക്കുന്ന ഹോൾസിന് എന്ത് ചെയ്യും? പോയിട്ട് റീകമ്പൈൻ ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അങ്ങനെ ഈ ഇലക്ട്രോൺസ് ഈ ഹോൾസിനെ റീകമ്പൈൻ ചെയ്ത് ഇവിടുത്തെ ഈ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യാണ്? കുറയാണ്. ഓക്കെ, അതാണ് ഇവിടെ സംഭവിക്കുന്ന കാര്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നുകൂടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സംഭവം എന്തൊന്നുമില്ല, ഇവിടെ ഈ ഒരു റീജിയൻ, ഈ ഒരു N- ഈ P- കൂടിയിട്ട് ഒരു ഇലക്ട്രോൺ ഹോൾസ് പെയർ റീകോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് VBO എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ ഇവിടെ ഗേറ്റ് കറണ്ട് പൾസ് കൊടുക്കുമ്പോൾ എന്താണ്? ഇവിടുത്തെ ഹോൾസ് മൊത്തം, അതായത് ഇവിടുത്തെ ഹോൾസ് മൊത്തം ഈ ഇലക്ട്രോൺസ് ആയിട്ട് എന്ത് ചെയ്യും? റീകമ്പൈൻ ചെയ്യും. കാരണം ഇവിടെ നെഗറ്റീവ് കൊടുക്കുമ്പോൾ ഈ ഒരു N ഇങ്ങോട്ട് പോവും. അതായത് ഇവിടുത്തെ റിപ്പൽ സംഭവിച്ചിട്ട് ഈ
പിയിലേക്ക് പോകും, അതിവിടെ പി കൊടുക്കുമ്പോൾ ഇതിലേക്കും പോകും. അങ്ങനെ റീകമ്പൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഞാൻ പറഞ്ഞു 10-20 കേസ് പറഞ്ഞു. അപ്പൊ 10 എക്സ്ട്രാ വരുന്ന ഇലക്ട്രോൺസ്, എക്സ്ട്രാ ഇവിടെ ഇലക്ട്രോൺസ് നിൽക്കുകയാണ് ഒന്നും ചെയ്യാതെ. അങ്ങനെ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, നേരെ ഈ എൻ മൈനസിൽ നിൽക്കുന്ന ഈ ഇവിടെ പ്ലസ് ഉണ്ടല്ലോ, ഇവിടെ ഫസ്റ്റ് റീകമ്പൈൻ ചെയ്ത പ്ലസ് ഉണ്ടല്ലോ, ആ ഹോൾസിൽ പോയിട്ട് എന്ത് ചെയ്യും, ഇത് പോയിട്ട് റീകമ്പൈൻ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഈ ഒരു ബാരിയർ പൊട്ടൻഷ്യലിലെ വിഡ്ത്ത് കുറഞ്ഞ് നമ്മുടെ SCR എന്ത് ചെയ്യും, കണ്ടക്ട് ചെയ്യും. ഇതാണ് നമ്മുടെ ഗേറ്റ് ട്രിഗറിംഗ് എന്ന് പറഞ്ഞ മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? നിങ്ങൾ ഈ വീഡിയോ ഒന്നും കൂടി ബാക്ക് അടിച്ച് കാണണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഒരു കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നിങ്ങളത് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇതിന്റെ വേരിയേഷൻ ഓഫ് VBO വിത്ത് ഗേറ്റ് കറണ്ട്, അതായത് നമ്മൾ ഗേറ്റ് കറണ്ട് കൊടുക്കുമ്പോൾ VBOക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇത് ഇവിടെ y ആക്സിസിൽ ഫോർവേഡ് ബ്രേക്ക് ഓവർ വോൾട്ടേജും ഇവിടെ ഗേറ്റ് കറണ്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഗേറ്റ് കറണ്ട് കൊടുക്കും തോറും നിങ്ങൾക്ക് മനസ്സിലായെന്ന് നമ്മൾ ഈ ഗേറ്റ് കറണ്ട് ഇൻക്രീസ് ചെയ്യും തോറും എന്ത് സംഭവിക്കുന്നത്, ഈ VBOന്റെ മാഗ്നിറ്റ്യൂഡ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അല്ലെ. നമ്മൾ IG1 പറഞ്ഞ സ്ഥലത്ത് നോക്കണ്ട, IG1 പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യാണ്, ഗേറ്റ് കറണ്ട് കൊടുക്കുന്നു, അപ്പൊ VBO കുറയുന്നു. IG2 ഗേറ്റ് കറണ്ട് കൂട്ടുന്നു, VBO കുറയുന്നു. IG3 വീണ്ടും കുറയുന്നു. അങ്ങനെ നമ്മൾ കൊടുത്ത് കണ്ടക്ഷൻ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ചെറിയൊരു വോൾട്ടേജിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ SCR കണ്ടക്ട് ചെയ്യുന്നത്. ഇവിടെ എന്തുകൊണ്ട് സീറോയിലേക്ക് വരുന്നില്ല വെച്ച് കഴിഞ്ഞാൽ അത് SCRന്റെ ലോസ് ആണ്. ഓക്കെ, അവിടെ ചെറിയൊരു കണ്ടക്ഷൻ ലോസിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അത് 0.7 വോൾട്ടോ 0.3 അത് മെറ്റീരിയൽ ഇതനുസരിച്ചിരിക്കും. ഓക്കെ, ബിലോ 1 വോൾട്ടിന് താഴേക്കാണ് ഉണ്ടാവുള്ളൂ. അപ്പൊ ആ ഒരു ചെറിയൊരു വോൾട്ടേജ് ഡ്രോപ്പ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗേറ്റ് കറണ്ട് കൊടുക്കും തോറും, ഇൻക്രീസ് ചെയ്യും തോറും നമ്മുടെ എന്ത് സംഭവിക്കുന്നു, നമ്മുടെ കണ്ടക്ഷൻ ഫാസ്റ്റ് ആവുന്നു. അപ്പൊ ഗേറ്റ് കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, VBO കൂട്ടും. ഇവിടുത്തെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ IG നമ്മൾ എന്ത് ചെയ്യാണ്, കൂട്ടിക്കഴിഞ്ഞാൽ VBO എന്ത് ചെയ്യാണ്, കുറയാണ്. അപ്പൊ IG ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു VBO, അതായത് ഇത് കൂട്ടും തോറും VBO എന്ത് ചെയ്യണം, പെട്ടെന്ന് കുറയാണ്. ഓക്കെ, ഇതാണ് ഗേറ്റ് ട്രിഗറിംഗ് മെത്തേഡിന്റെ പരിപാടികൾ. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.